അങ്ങനെ നമ്മുടെ പ്രിയമോളുടെ വളക്കാപ്പ് നടക്കാനിരിക്കുന്ന ആ ഒരു ചടങ്ങിൽ ആ ഒരു മുഹൂർത്തത്തിന് തൊട്ട് മുമ്പുള്ള സമയത്തിൽ നമ്മുടെ പ്രിയമോളുടെ വീട്ടിൽ നമ്മുടെ വിനോദിൻ്റെ വീട്ടിൽ ഒരു കള്ളൻ കയറുകയാണ്. കള്ളൻ കയറിയിട്ട് എന്തായിരിക്കും കൊണ്ടുപോകുന്നത്? നമ്മുടെ പ്രിയമോളുടെ മാങ്ങാമാല അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. ഒടുവിൽ ആ കുറ്റം പാവം നമ്മുടെ വിലാസിനിയുടെ തലയിലേക്ക് വന്നിരിക്കുകയാണ്. വിലാസിനിയല്ലേ ആള് വിട്ടുകൊടുക്കുമോ? അങ്ങനെ അവിടെ ചില നിർണായകവുമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ നമുക്ക് ആ സംഭവത്തിലേക്കൊക്കെ വരാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുമാത്രമല്ല ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഗീതു അറയ്ക്കലാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ ഗീതു ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം അമ്മയുടെ അസുഖമൊക്കെ ഉണ്ടല്ലോ, അതേപ്പറ്റി ചിന്തിച്ചിട്ട് ഗീതു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ അടുത്ത് ചെല്ലുകയാണ്, ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ഇരുന്നതിന് ശേഷം പറയാണ്, ഗീതു ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എങ്ങനെ? ആൻറ്റിയുടെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ ശരിയാവോ? കാരണം താഴെ എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്, നീ ഇത്ര നേരമായിട്ടും റെഡി ആയിട്ടില്ല. നീ ഒന്ന് പെട്ടെന്നൊന്ന് ഒരുങ്ങ് ഗീതു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു ഗോവിന്ദിനെ നോക്കിയിട്ട് പറയണ്, കണ്ണേട്ട എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്നില്ല കണ്ണേട്ട. എൻ്റെ അമ്മയുടെ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ സന്തോഷിക്കാനാണ്? അപ്പോൾ ഗീതുവിനോട് ഗോവിന്ദ് പറയണം, എൻ്റെ ഗീതു എനിക്ക് നിൻ്റെ ഈ അവസ്ഥയും നിൻ്റെ ഈ സങ്കടമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ ആൻറ്റി പറഞ്ഞ ഒരു കാര്യം നിനക്ക് ഓർമ്മയില്ലേ? ഇന്നത്തെ ഈ ഒരു ദിവസം പ്രിയമോളെ ഇങ്ങ് കൊണ്ടുവരുന്നത് വരെ ഈ ഒരു കാര്യം ആരും അറിയരുതെന്നല്ലേ ആൻറ്റി പറഞ്ഞത്? നീ ഇങ്ങനെ ആൻറ്റിയുടെ മുന്നിൽ ചെന്ന് കരഞ്ഞും സങ്കടം കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെല്ലാവരും അറിയില്ലേ? ഇന്നത്തെ ഈ ദിവസമാണ് ആൻറ്റിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ദിവസം. ആൻറ്റിക്ക് എത്രത്തോളം സന്തോഷം നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത് ഈ ഒരു ദിവസം ഒഴിക്കും. ഇതുപോലൊരു വലിയൊരു ചടങ്ങിനി ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നീ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക ഗീതു. നിൻ്റെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് നീ ഇങ്ങനെ ഇരിക്കല്ലേ ഗീതു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എനിക്ക് കഴിയില്ല കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. അങ്ങനെ ഗോവിന്ദ് അടുത്തിരുന്നിട്ട് ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് കൊച്ചു കുഞ്ഞിനെ പോലെ ഇങ്ങനെ നമ്മുടെ ഗീതുവിനെ സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം ഗീതുവിനോട് പറയുകയാണ്, ഗീതു ഒരു കാര്യം ചെയ്യാം. ഗീതുവിനെ പുള്ളിക്കാരത്തി ആരെ മൂഡൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. ഗീതുവിന് ഇന്ന് പോകാനുള്ള സാരി ഞാൻ സെലക്ട് ചെയ്യാം. എന്തായാലും നിനക്ക് ഒന്നിനും ഒരു കുറവും വരരുത്. നീ ഉടുത്തൊരുങ്ങി അതിസുന്ദരിയായിട്ട് വേണം നിൻ്റെ അമ്മ ഇന്ന് നിന്നെ കാണാനായിട്ട്. നിൻ്റെ അമ്മയുടെ മനസ്സ് നിറയും. അതാണ് നമുക്ക് വേണ്ടത്. അമ്മയെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ആ ഒരു അവസരം വെറുതെ പാഴാക്കി കളയല്ലേ. എന്തായാലും ഗീതുവിന് ഇന്നിടാനുള്ള സാരി ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നമ്മുടെ ഗീതുവിൻ്റെ താടിയിലൊക്കെ ഇങ്ങനെ തട്ടിയിട്ട് ഗോവിന്ദ് നേരെ അലമാരി പോയിട്ട് ഇങ്ങനെ തുറന്ന് നോക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് നിന്ന് ഒരു വയലറ്റ് കലർന്ന ഒരു സാരി എടുക്കുകയാണ്. ഒരു കരിനീല കളറാണെന്ന് തോന്നുന്നു. ഒരു സാരി ഇങ്ങനെ എടുക്കുകയാണ് പുള്ളിക്കാരൻ. എന്നിട്ട് ആ സാരിയും കൊണ്ട് ഗീതുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഗീതുവിനെ കാണിക്കുകയാണ്, കണ്ടില്ലേ ഗീതു, ഈ സാരി ഞാൻ നിനക്കായിട്ട് കരുതിയിരുന്നതാണ്. ഇത് നിനക്ക് ഇഷ്ടമായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ് ആ സാരി എടുത്ത് ഗീതുവിനെ ഇങ്ങനെ മാറത്ത് ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. ഇങ്ങനെ നമ്മൾ വെച്ച് നോക്കുമല്ലോ അതുപോലെ പുള്ളിക്കാരൻ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഗീതുവിന് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട്. ഗീതുവിന് ഈ സാരി ഇഷ്ടമായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഗീതു ഗോവിന്ദിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ പുള്ളിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ ഗീതുവിൻ്റെ അടുത്ത് അത് കാണിക്കാത്തതാണ്. അങ്ങനെ ഗീതു ആ സാരി ഇങ്ങ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ മാറോട് ചേർത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇഷ്ടമായി കണ്ണേട്ട എന്നിങ്ങനെ പറയുകയാണ്. എങ്കിലേ വേഗം പോയി ഒരുങ്ങി റെഡി ആയിട്ട് വാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഗീതു ആ സാരി എടുത്തിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, കണ്ണേട്ട എനിക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണ, പൊയ്ക്കോ അങ്ങോട്ട് പോ എന്നിങ്ങനെ പറയണം. അങ്ങനെ ഗീതു ആ സാരി എടുത്ത് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ അടക്കി പിടിച്ചിട്ട് ആ സാരിയും കൊണ്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ പ്രിയമോളെ അണിയിച്ചൊരുക്കുന്ന തിരക്കിലാണ് പാവം നമ്മുടെ വിലാസിനി. ഓർണമെൻറ്റ്സുകളെല്ലാം പറക്കിയിടുകയാണ്, എല്ലാം ഇടുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഭദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ഭദ്രൻ ചോദിക്കുകയാണ്, എന്തിനാ വിലാസിനി ഇത്രയും ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്തിടുന്നത്? ഒന്നോ രണ്ടോ മാലയോ വളയെങ്ങനെ പോരെ, എന്തിനാ ഇത് ഇത്രയും കൂടെ വാരി ഇടുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വിലാസിനി പറഞ്ഞു, ദേ മനുഷ്യ,
ഈ കാര്യങ്ങളിലൊന്നും നിങ്ങൾ ആണുങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല, ഇത് പെണ്ണുങ്ങളുടെ കാര്യമാണ്, ഇതിലേക്കൊക്കെ നിങ്ങൾ എന്തിനാ അഭിപ്രായം പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഭദ്രൻ പറഞ്ഞു, ഓ നമുക്കൊന്നും മിണ്ടിക്കൂടാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് വിനോദ് അങ്ങോട്ടേക്ക് വരികയാണ്. വിനോദ് വരുമ്പോഴത്തേക്ക് കണ്ണാടിയുടെ മുന്നിലാണ് പ്രിയ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം സുന്ദരിയായിട്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയമോള്. അപ്പോൾ നമ്മുടെ വിനോദ് വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയണം, ആഹാ പ്രിയേ, ശരിക്കും പറയുകയാണെങ്കിൽ കല്യാണത്തിന് അണിഞ്ഞ മുഴുവൻ സ്വർണ്ണങ്ങളും ഉണ്ടല്ലോ, ഇതെന്താ നീ എന്താ ജ്വല്ലറിയുടെ പരസ്യത്തിന് പോകുന്നതാണൊക്കെയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് വിലാസിനി പറയുകയാണ്, എടാ മോനെ വിനോദേ, ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ ഈ മോളെ അതിസുന്ദരിയാക്കി വേണം ഒരുക്കേണ്ടത്. ഗോവിന്ദമോൻ കൊടുത്ത എല്ലാ സ്വർണങ്ങളും ഇട്ട് അണിയിച്ചൊരുക്കി അവളെ എങ്ങനെയാണോ ഈ വീട്ടിലോട്ട് വിവാഹം കഴിച്ച് കൊണ്ടുവന്നത് അതുപോലെ തന്നെ ആയിരിക്കണം അവളെ പ്രസവത്തിനും തിരിച്ച് പറഞ്ഞു വിടേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം വിനോദിനോട് പറയാണ്, മോനെ വിനോദേ, ഇത് ഗോവിന്ദ് കാത്തു സൂക്ഷിച്ച ഗോവിന്ദിൻ്റെ നിധിയാണ് ഗോവിന്ദ് ഇത് നിനക്ക് തന്നത്. അതുകൊണ്ട് ഈ നിധിയെ അതേപോലെ തന്നെ നിധിയായിട്ട് തന്നെ നീ സൂക്ഷിക്കണം. ഇവളെ നീ ഒരു തരത്തിൽ നീ സങ്കടപ്പെടുത്തരുത് മോനെ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം വിലാസിനി പറയാണ്, ആ മോളെ ഇനി മാലകളൊക്കെ ഇരിപ്പുണ്ട്, അമ്മ അതും കൂടെയൊക്കെ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ വിനോദ് ചോദിക്കണ, എല്ലാം വേണോ അമ്മേ? വേണോടാ, വേണം. ഇന്നത്തെ ദിവസം മോള് വന്നതുപോലെ തന്നെ ഞാൻ വിടുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ വിലാസിനി ഇങ്ങനെ ഒരു ബോക്സ് എടുത്ത് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വെച്ചിരിക്കുന്ന ഓർണമെൻറ്റ്സ് കാണുന്നില്ല. അപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു, അയ്യോ സോറി, വിജയലക്ഷ്മി അല്ല, വിലാസിനി പറഞ്ഞു, അയ്യോ ഇതിൽ വെച്ചിരുന്ന മാങ്ങാമാല എന്തിയെ? ഇതിനകത്തൊരു മാങ്ങാമാല ഉണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ പ്രിയമോളത് നോക്കിയിട്ട് പറഞ്ഞു, ശരിയാണമ്മേ, ഇതിനകത്ത് വെച്ചിരുന്ന മാങ്ങാമാല കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിനോദ് പറയുകയാണ്, അതെ അമ്മേ, ഇന്നലെ വൈകിട്ടല്ലേ ഞാൻ ലോക്കറിലിരുന്ന സ്വർണ്ണങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ മാങ്ങാമാല അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഇത് എങ്ങോട്ട് പോയി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം എന്താ പറയുന്നത്, നമ്മുടെ വിലാസിനിയോട് ചോദിക്കുകയാണ്, നമ്മുടെ വിനോദ് ചോദിക്കുകയാണ്. കാരണം വിലാസിനിയുടെ കയ്യിൽ തട്ടുതരികയുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് വിനോദ് ചോദിക്കുകയാണ്, അമ്മേ സത്യം പറ, അമ്മ അടിച്ചു മാറ്റിയതാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ വിലാസിനി പറഞ്ഞു, ഡാ ഇപ്പം നോക്കിക്കോ, നിനക്ക് എന്താണ് നീ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വിലാസിനി ഇങ്ങനെ ഭദ്രനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഭദ്രൻ പറയണു, എടി വിലാസിനി, ഇവള് ഗർഭിണി പെണ്ണല്ലേ, അപ്പോൾ മാങ്ങാമാല കഴുത്തിലിട്ടിരുന്ന അതെന്തിനാ? ഓ ഇവക്ക് ചിലപ്പം വ്യാക്കൂണ് തോന്നിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കടിച്ച് തിന്നാനായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ആ സമയത്ത് വിലാസിനി ഇങ്ങനെ നോക്കിയിട്ട് പറയണം, സത്യം പറ, മാല നിങ്ങളെടുത്തോ? എടി വിലാസിനി, നീ കള്ളം പറയരുത് കേട്ടോ, മാല നീ തന്നെയാണ് അടിച്ചു മാറ്റിയത്. എടി വിലാസിനി, നിനക്ക് എന്തിനാ സ്വർണ്ണമാല? നീ എടുത്തെങ്കിൽ അങ്ങ് തിരിച്ചു കൊടുത്തേരെ, നിനക്ക് കഴുത്തിലിടാനേ ഞാനൊരു മുത്തുമാല മേടിച്ചു തരാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ വിലാസിനി ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് ഭദ്രനെ. അപ്പോൾ ഭദ്രൻ പറഞ്ഞു, എനിക്ക് കാറ്ററിംഗ് സർവീസുകാരെ ഒന്ന് കാണണം, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നും പറഞ്ഞിട്ട് ഭദ്രൻ നൈസിന് മുങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. വിലാസിനി പിടികൂടുകയാണ്. വിലാസിനി പറഞ്ഞു, നിൽക്കെവിടെ, ഞാൻ നിങ്ങളെ ഒന്ന് നോക്കട്ടെ, അതിനുശേഷം നിങ്ങൾ പോയാൽ മതി. തൊട്ട് മുമ്പ് വരെ ആ മാല ഇവിടെ ഉണ്ടായിരുന്നു, അത് കാണാതായെങ്കിൽ നിങ്ങൾ തന്നെ എടുത്തത്. അപ്പോൾ ഭദ്രൻ പറഞ്ഞു, വെറുതെ അനാവശ്യം പറയല്ലേ വിലാസിനി. അപ്പോൾ വിലാസിനി വിടോ? വിലാസിനി നിന്നിട്ട് നമ്മുടെ ഭദ്രൻ്റെ ജുബ്ബയുടെ പോക്കറ്റ് പരിശോധിക്കുമ്പോൾ അതിൽ കിടക്കുന്നു മാല. വിലാസിനി ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ് മാല. എന്നിട്ട് പറയുന്നത്, ദുഷ്ടാ, ഈ മാലയാണോ നിങ്ങൾ എടുത്തില്ലെന്ന് പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഭദ്ര ഉടനെ പറഞ്ഞു, ആ മാല ഞാൻ എടുത്തതല്ല, പക്ഷേ ഇത് എങ്ങനെ എൻ്റെ ഉടുപ്പിൽ എങ്ങനെ കയറി, എൻ്റെ കീശയിൽ എങ്ങനെ വന്നു, എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഉടനെ വിനോദ് പറയാണ്, എൻ്റെ അച്ഛ മോഷ്ടിച്ചതും പോരാ, പിടിക്കപ്പെട്ടപ്പോൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഭദ്രൻ പറയണ, എടാ മോനെ, ഞാൻ മോഷ്ടിച്ചതല്ല, എടാ ഇത്രയും പവൻ്റെ സ്വർണം ഇത്രയും കാലം നമ്മളല്ലേ ഇത് സൂക്ഷിച്ചത്, ലോക്കറിലായിക്കോട്ടെ എവിടെയോ ആയിക്കോട്ടെ, ഞങ്ങൾ തന്നെയാണല്ലോ ഇത് സൂക്ഷിച്ചത്. അപ്പോഴേ ഈ സ്വർണം മൊത്തവും ഇവൾക്ക് ഇട്ട് ഇവളെ പറഞ്ഞയക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മളിത് സൂക്ഷിച്ചതിൻ്റെ GSTയും ടാക്സും ഒക്കെ നമുക്ക് എടുക്കണ്ടേ, അത് മുതലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിലാസിന് പറഞ്ഞു, മനുഷ്യ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ വിധ തക്കിടത്തരിയുടെ പരിപാടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറയണ. അതിനുശേഷം ഭദ്ര ഇങ്ങനെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വിലാസിനി ഇങ്ങനെ നമ്മുടെ പ്രിയമോളോട് പറയണം, ആ മോളെ, ഈ മാല കൂടി ഇനി അമ്മ ഇട്ട് തരാം, എന്നാൽ എൻ്റെ മോള് അതിസുന്ദരിയാവും എന്ന് പറഞ്ഞിട്ട് ആ മാങ്ങമാല കൂടി നമ്മുടെ പ്രിയമോക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ഇട്ട് കൊടുത്തതിന് ശേഷം വിലാസിനി ഇങ്ങനെ നോക്കുകയാണ് പ്രിയമോളെ. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പ്രിയമോളുടെ നെറുകയിൽ ഇങ്ങനെ തുരുതുരാ ഉമ്മ കൊടുക്കുകയാണ് നമ്മുടെ വിലാസിനി. എന്നിട്ട് വിലാസിനിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ പ്രിയമോൾ ചോദിക്കണം, അമ്മേ അമ്മ എന്തിനാ കരയുന്നത്? അപ്പോൾ വിലാസിനി പറയണത്, അല്ല മോളെ, അമ്മ കരഞ്ഞതല്ല, സന്തോഷം കൊണ്ട് അമ്മയുടെ കണ്ണ് നിറഞ്ഞതാ. ഇനി എൻ്റെ മോളെ ഇപ്പോഴൊന്നും ഇതുപോലെ കാണാൻ അമ്മയ്ക്ക് പറ്റില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ സങ്കടം വന്നതാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം വിനോദിനോട് വിലാസിനി പറയണത്, എടാ 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 വിനോദേ, ഞാനും മോളും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കടാ എന്നിങ്ങനെ പറയണം. ആ അമ്മ നിൽക്ക്. അങ്ങനെ നമ്മുടെ വിലാസിനി നമ്മുടെ പ്രിയമോളെയും അടുത്തിങ്ങനെ ചേർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിനോദ് ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് വിലാസിനി ആ ഫോട്ടോ കാണിക്കുകയാണ്. വിലാസിനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. അതിനുശേഷം വിലാസിനി പറയുകയാണ്, എടാ വിനോദേ, ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർക്കും കൂടി നിന്നൊരു ഫോട്ടോ എടുക്കാം എന്ന് പറയണം. അപ്പോൾ ഉടനെ ഭദ്രൻ പറയണം, എങ്കിൽ ഞാനും കൂടെ ഉണ്ട്. അപ്പോൾ ഉടനെ വിലാസിനി പറയണം, നിങ്ങളിപ്പോൾ നിൽക്കണ്ട, എന്നാലേ ഞാനും നമുക്ക് 3 പേർ കൂടെ നിന്ന് എടുത്തതിന് ശേഷം വിനോദുമായിട്ട് നിന്നിട്ട് ഫോട്ടോ എടുത്താൽ മതി. അപ്പോൾ വിലാസിനി പറഞ്ഞു, വേണ്ട, നിങ്ങളുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഇപ്പോൾ എടുക്കുന്നില്ല, ഞങ്ങൾ 3 പേരോട് നിൽക്കുന്ന ഫോട്ടോ എടുത്തേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഭദ്രൻ പറയണം, എന്നാൽ എനിക്ക് വയ്യ എടുക്കാൻ. അപ്പോൾ വിനോദ് പറയണേ, എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നമ്മളെ 3 പേരെയും കൂടി നിർത്തിയിട്ട് അച്ഛനൊരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് വിനോദിൻ്റെ ഫോണ് ഇങ്ങനെ ഭദ്രൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വിലാസിനിയും നമ്മുടെ പ്രിയമോള് നടുക്ക് നിന്നിട്ട് വിലാസിനിയും വിനോദും അപ്പുറം അപ്പുറം നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഭദ്രൻ ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ഫോൺ ഇങ്ങനെ കയ്യിലെടുത്തിട്ടാണ് പറയുന്നത്, ഓ എന്തൊരു അടിപൊളി ഫോൺ, ഇത് കൊടുത്താൽ എങ്ങനെയാണെങ്കിലും ഒരു 19,000 രൂപ കിട്ടും, ഇത് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുമോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് ഭദ്രൻ. അപ്പോൾ വിനോദ് പറയണം, അച്ഛൻ ഒന്ന് വേഗം ആവട്ടെ എന്നിങ്ങനെ പറയണം. ഓ ഓ ഓ അങ്ങനെ അവരെ നിർത്തിക്കൊണ്ട് നമ്മുടെ ഭദ്രൻ ഫോട്ടോ എടുക്കുകയാണ്. അതിനുശേഷം ആ ഫോട്ടോ നമ്മുടെ വിലാസിനി അവരെല്ലാവരും നോക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഭദ്രൻ പറയുകയാണ്, എടാ മോനെ വിനോദേ, ഇനി ഞാനും നിൻ്റെ അമ്മയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്. എടി വിലാസിനി, ദേ ഇങ്ങോട്ട് പാടി എന്നിങ്ങനെ പറയണം. അപ്പോൾ വിലാസിനി അത് മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് വിലാസിനി നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ വിനോദിൻ്റെ കൂടെ പറയണം, മോനെ വിനോദേ, നമ്മൾ 3 പേരും കൂടി നിന്നെടുത്ത ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഇത് വലുതാക്കി ഫ്രെയിം ചെയ്തിട്ട് ഹോളിൽ തൂക്കിയിടണം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഭദ്രൻ പറയണേ, എടി വിലാസിനി, എടാ വിനോദേ, ഞാനും നിൻ്റെ അമ്മയും കൂടി നിൽക്കുന്ന ഫോട്ടോ എടുക്കുക, എന്നിട്ടേ അത് വലുതാക്കിയിട്ടേ നമുക്ക് സിറ്റ് ഔട്ടിൽ തൂക്കിയിടണം കേട്ടോ എന്ന് പറയണേ. വന്ന് നിൽക്കുക വിലാസിനി എന്ന് പറഞ്ഞിട്ട് ഭദ്രൻ വിളിക്കുകയാണ്. മൈൻഡ് പോലും ചെയ്താൽ ഇങ്ങനെ മിന്നി അടിച്ചുകൊണ്ട് വിലാസിനി ഒരു പോക്കങ്ങ് പോവുകയാണ്. ഭദ്രൻ ഇങ്ങനെ നോക്കണേ, ഇവക്കിത് എന്ത് പറ്റി, ഇവളെന്താ ഞാൻ വിളിച്ചിട്ട് വരാത്തത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുന്നത് ഭദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് വണ്ടി വന്ന് നിൽക്കുകയാണ്. അറയ്ക്കലത്തെ കാർ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ ഗോവിന്ദിൻ്റെ കാർ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുന്നത് ഭദ്രനും വിനോദും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വിലാസിനിയും കൂടെ ചെല്ലുകയാണ്. നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് ഇറങ്ങി വരികയാണ്. കാറിൽ നിന്ന് ഫസ്റ്റ് വരുന്നത് ഗോവിന്ദാണ്. എന്നിട്ട് നമ്മുടെ ഗീതു ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദ് ഗീതുവിൻ്റെ അടുത്ത് നിന്നിട്ട് പറയണ, ഗീതു നിൻ്റെ മൂടൊക്കെ ഒന്ന് മാറ്റ്, നീ ഒന്ന് ചിരിക്ക് ഗീതു, നീ ഇങ്ങനെ ഈ മുഖം ഏറ്റുപിടിച്ചുകൊണ്ട് ചെന്നാലുണ്ടല്ലോ മറ്റുള്ളവർക്ക് സംശയം തോന്നും, അമ്മയ്ക്ക് വിഷമാവും, ഇന്നത്തെ ദിവസം അമ്മയെ നീ സങ്കടപ്പെടുത്തരുത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ ഗോവിന്ദനെ നോക്കിയതിന് ശേഷം അമ്മയെ നോക്കുമ്പോൾ അമ്മ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ചിരിക്കുകയാണ് ഗീതുവിനെ നോക്കിയിട്ട്. അപ്പോൾ ഗീതു എന്ത് ചെയ്തു, നേരെ ഓടി വരികയാണ്. വിലാസിനിയുടെ അടുത്ത് വന്നിട്ട് ഓടി വന്നിട്ട് അമ്മയെ എങ്ങനെ കെട്ടി അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് ഗീതു സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറയ്ക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ വിലാസിനി ഗീതുവിനെ ഇങ്ങനെ നോക്കിയിട്ട് പറയണം, മോളെ കരയല്ലേ എന്നിങ്ങനെ കാണിക്കുകയാണ്. അതിനുശേഷം ഗീതുവിൻ്റെ ആ ഒരു ഇത് ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വിലാസിനി പറയുകയാണ്, എന്താ ഭദ്രേട്ടാ നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, വിനോദേ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്താ, നിങ്ങളെന്താ മരുമോനെയും മറ്റുള്ളവരെയും വിളിക്കാത്തത് എന്താ, എല്ലാവരെയും വിളിച്ച് അകത്തേക്ക് കയറ്റ് എന്നിങ്ങനെ വിലാസിനി പറയുകയാണ്. എന്നിട്ട് ഗീതുവിനെ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് വിലാസിനി അവിടേക്ക് ഇറങ്ങി വന്ന എല്ലാവരെയും വിളിക്കുകയാണ്. ഇറങ്ങി വന്ന എല്ലാവരെയും ഗോവിന്ദിൻ്റെ അടുത്തൊക്കെ പറയണം, മോനെ അകത്തേക്ക് വാ മോനെ എന്ന് പറഞ്ഞിട്ട് വിലാസിനി നൈസിനകത്തോട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് അടുത്ത കാറ് വരികയാണ്. അതിൽ നിന്ന് നമ്മുടെ രേഖയും വരുണും അതുപോലെ രാധികാമ്മയും ഇറങ്ങുകയാണ്. അവരകത്തേക്ക് വരുന്നില്ല, അവർ അവിടെ തന്നെ നിൽക്കുകയാണ് കുറ്റി അടിച്ചത് കണക്ക്. അപ്പോൾ നമ്മുടെ ഭദ്രൻ ചോദിക്കണം, എന്താ അകത്തേക്ക് ആരും വരാത്തത്, എന്താ എല്ലാവരും അകത്തേക്ക് വാ, പ്രിയമോൾ അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്, വാ രാധികാമ്മേ, വാ വരുണേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് ചെല്ലുകയാണ്. പക്ഷേ ഗോവിന്ദ് മാത്രം പോകണില്ല. ഗോവിന്ദ് ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ കുറ്റിയടിച്ച് നിൽക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ഭദ്രൻ പറയണേ, എന്താ മരുമോനെ ഇവിടെ തന്നെ നിൽക്കുന്നത്? മരുമോനെ അകത്തേക്ക് വാ, എൻ്റെ മരുമോൻ എന്താ ഒരു ഉത്സാഹമില്ലാത്തത്, വാ മരുമോനെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വന്നെങ്കിലും നമ്മുടെ ഗോവിന്ദിന് ആകെ വിഷമമാണ്. നമ്മുടെ വിലാസിനിയുടെ കാര്യം ഓർത്തിട്ട് പുള്ളിക്കാരന് നല്ല വിഷമമാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് അകത്തേക്ക് വരികയാണ്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് നിൽക്കുന്ന സമയത്തിന് നമ്മുടെ രേഖ അകത്ത് പോയിട്ട് നമ്മുടെ പ്രിയമോളെ കൊണ്ടുവരികയാണ്. പ്രിയമോളെ അണിയിച്ചൊരുക്കി അതിസുന്ദരിയായിട്ട് ഒരു കല്യാണ പെണ്ണിനെ പോലെ അണിയിച്ചൊരുക്കി കൊണ്ടുവരികയാണ് നമ്മുടെ രേഖ. അകത്ത് പോയിട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരികയാണ് നമ്മുടെ പ്രിയമോളുടെ സാരി പൊക്കി പിടിച്ച് കൊടുത്തിരിക്കുകയാണ്. സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കൊണ്ട് രേഖയാണ് സാരി ഇങ്ങനെ പൊക്കി പിടിച്ച് കൊടുത്തിട്ട് മെല്ലെ നമ്മുടെ പ്രിയമോളെ താഴേക്ക് ഇറക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ രേഖയോട് വിളിച്ച് പറയുകയാണ്, നമ്മുടെ വിലാസിനെ വിളിച്ച് പറയുകയാണ്, കുഞ്ഞിനെ നേരെ പിടിച്ചു കൊണ്ടുവാ മോളെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ പ്രിയമോളെ കൊണ്ടുവന്നിട്ട് ഒരു കസേര അവിടെ ഇട്ടിട്ടുണ്ട്. ആ കസേരയുടെ മുന്നിലെന്ന് വെച്ചാൽ ഒരുപാട് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരുപാട് ബേക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ട് അവിടെ ഒരു വളക്കാപ്പ് ചടങ്ങല്ലേ, ഇടാനുള്ള വളകൾ, അതുപോലെ കൊടുക്കാനുള്ള മധുരങ്ങൾ, കവിളിൽ തേക്കാനുള്ള മഞ്ഞൾ, അതെല്ലാം അവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു കസേര ഇട്ടിരിക്കുകയാണ്. ആ കസേരയിൽ നമ്മുടെ പ്രിയമോളെ കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷം അപ്പോൾ നമുക്കിനി ചടങ്ങ് തുടങ്ങാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഭദ്രൻ ഇങ്ങനെ വിളിക്കുകയാണ് ഗോവിന്ദനെ, മരുമോനെ ഒന്നിങ്ങ് വാ, ഒരു രഹസ്യമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ അറച്ച് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഭദ്രൻ പറയുന്നത്, എന്താ മരുമോനെ വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഭദ്രൻ്റെ കൂടെ അങ്ങോട്ടേക്ക് നടന്ന് ചെല്ലുകയാണ്. അപ്പോഴത്തേക്ക് വിലാസിനി ഇങ്ങനെ നോക്കുകയാണ്, ഇങ്ങനെ എന്തെങ്കിലും ഊടായ്പ് കാണും, അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാ ഗോവിന്ദനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത്? അങ്ങനെ വിലാസിനി കൂടെ ചെല്ലുകയാണ്. അപ്പോൾ മറ്റുള്ളവരൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, എന്നാലും കുറച്ചങ്ങോട്ട് മാറിയിട്ട്. അങ്ങനെ വിലാസിന് തൊട്ടടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഭദ്രൻ ഗോവിന്ദനോട് പറയണം, മരുമോനെ ഇവിടെ ഈ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ നടത്തുകയാണ്, കാശേ ഒരുപാട് ഇറങ്ങി, അപ്പോൾ നമ്മുടെ കയ്യിൽ എവിടെന്നാ കാശ്, മറിക്കാനും പറ്റില്ല, അപ്പോൾ ഇതിൻ്റെ ബില്ലൊക്കെ മരുമോൻ തന്നെ അങ്ങ് സെറ്റാക്കി കൊടുക്കണം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് വിലാസിനി അങ്ങോട്ടേക്ക് ചൂടായിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. വിലാസിനി ചോദിക്കണം, അതിൻ്റെ ആവശ്യം എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ചടങ്ങിൻ്റെ പൈസ ഇവിടെയുള്ളവർ വേണം കൊടുക്കേണ്ടത് എന്നിങ്ങനെ പറയണം. അതിനുശേഷം ഗോവിന്ദനോട് പറയണം, മോനെ ഗോവിന്ദേ, മോനൊരു കാര്യം ചെയ്യണം, മോനൊരു ഉപകാരം ചെയ്യണം. ഇങ്ങേര് പറയുന്നത് പോലെ ഇവിടെ നടന്ന ചിലവുകളൊന്നും മോൻ വഹിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ നടന്ന ചിലവുകൾ വിനോദ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ വിനോദിൻ്റെ കയ്യിൽ അതിനുവേണ്ടി കാശൊന്നുമില്ല. അപ്പോൾ മോനൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വിനോദിന് കുറച്ച് മാസത്തേക്കുള്ള വിനോദിൻ്റെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് തുക അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കുറേശ്ശെയായിട്ട് അവന് ജോലി ചെയ്യുന്ന പൈസയിൽ നിന്ന് അവൻ്റെ ശമ്പളത്തിൽ നിന്ന് കുറേശ്ശെ അങ്ങ് പിടിച്ചാൽ മതി. എന്നാൽ മാത്രമേ അവന് ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ഈ ചടങ്ങൊന്നും മോനിങ്ങനെ ചെയ്യണ്ട. എന്താ വിലാസിനി പറയുന്നത്? നീ ഇതെന്താ ഈ പറയുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? ഗോവിന്ദിൻ്റെ ഒരേ ഒരു പെങ്ങളാണ് ഈ ഇരിക്കുന്ന പ്രിയമോള്. അപ്പോൾ അവൾക്കൊരു ചടങ്ങുണ്ടാകുമ്പോഴത്തേക്ക് ഗോവിന്ദ് ചിലവാക്കേണ്ടതാണ് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഭദ്രൻ. അപ്പോൾ ഉടനെ തന്നെ വിലാസിനി എല്ലാവരും കേൾക്കുന്ന കണക്ക് മറുപടി കൊടുക്കുകയാണ്. വിലാസിനി പറയണം, നിങ്ങൾ സംസാരിക്കേണ്ട. വിനോദിൻ്റെ ഭാര്യയ്ക്ക് ഒരു ചടങ്ങുണ്ടായിക്കഴിഞ്ഞാൽ വിനോദിൻ്റെ ഭാര്യയെ പ്രസവത്തിന് വിടുകയാണെങ്കിൽ ആ ചടങ്ങ് നടത്തേണ്ടത് വിനോദിൻ്റെ കടമയാണ്. അത് ചെയ്യേണ്ടതിന് കാശ് വിനോദാണ് ചിലവാക്കേണ്ടത്. നാളൊരു സമയം ഗീതുവിൻ്റെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഭദ്രൻ പറയണം, നമ്മുടെ മോളെ അത് തന്നെ, ഗീതുവിനെ പ്രസവത്തിന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അന്ന് ആ ചടങ്ങ് ഗോവിന്ദ് ചിലവാക്കണം, അല്ലാതെ പ്രിയമോളുടെ കാര്യത്തിന് ഗോവിന്ദ് ചിലവാക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ എല്ലാവരും ഇതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് എന്ത് ചെയ്യുന്നു, നമ്മുടെ രേഖ അപ്പോൾ ഗോവിന്ദിനെ ഇങ്ങനെ നോക്കിയിട്ട് നാണം വരികയാണ് നമ്മുടെ ഗീതുവിന്. അപ്പോൾ ഗോവിന്ദനും അതുപോലെ തന്നെ. അപ്പോൾ രേഖ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഗീതുവിനെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുകയാണ്. പിടിച്ചതിന് ശേഷം രേഖ പറയുകയാണ്, ഇങ്ങനെ പോവുകയാണെങ്കിലുണ്ടല്ലോ പ്രിയമോളെ പ്രസവത്തിന് അവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് ഗീതുവിനെ പ്രസവത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. ഇപ്പോഴത്തെ പോക്കൊക്കെ അങ്ങനെയാണ് എന്നിങ്ങനെ പറയുകയാണ് രേഖ. അത് കേൾക്കുമ്പോൾ ഗീതുവിന് നാണം വരികയാണ്. ഗോവിന്ദനും അത് കണക്ക് എന്നെ ഒരു ചിരിയൊക്കെ വരികയാണ്. അപ്പോൾ ആ സമയത്ത് വിലാസിനി പറയണ, മോളെ രേഖയെ, നിൻ്റെ നാവ് പൊന്നായിരിക്കട്ടെ, നിൻ്റെ നാവിൽ സരസ്വതി വിളങ്ങട്ടെ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വിലാസിനി. അപ്പോഴത്തേക്ക് നമ്മുടെ രാധികാമ്മയ്ക്ക് വലിയ മുറിവേണം അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കാഞ്ചന ഇടയ്ക്ക് കയറി വരികയാണ്. എന്നിട്ട് കാഞ്ചന പറയണ, ഇല്ലേ അതൊന്നും നടക്കില്ലേ,
എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിടുകയാണ്, ഇവരെന്തിനാണ് പറയുന്നതെന്നറിയാതെ. അപ്പോൾ ഉടനെ നമ്മുടെ രേഖ പറയാണ്, കാഞ്ചനെ എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ കാഞ്ചന പറയണ, ഞാൻ പറയട്ടെ എനിക്ക് പറയണം എന്ന് പറഞ്ഞിട്ടാണ് കാഞ്ചന പറയുന്നത്. ഗീതു പാപ്പയ്ക്ക് പ്രസവം വന്നു കഴിഞ്ഞാൽ ഗോവിന്ദ് മാമ ഇങ്ങോട്ടേക്ക് വിടില്ല. ഗോവിന്ദ് മാമന് ഒരു ദിവസം പോലും ഗീതു പാപ്പാനെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടേ പ്രിയമോള പ്രസവവും അതുപോലെ തന്നെ ഗീതു പാപ്പയുടെ പ്രസവവും അറയ്ക്കൽ തന്നെ നടക്കും. പിന്നെ ആർക്കെങ്കിലും ഗീതു പാപ്പയെ കാണണമെങ്കിൽ അവിടെ വന്ന് കാണേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ പ്രിയമോൾ എഴുന്നേറ്റ് വരികയാണ്, അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് പ്രിയമോൾ ചോദിക്കുകയാണ്, അല്ല എല്ലാവരും ഇവിടെ തന്നെ നിന്നാൽ മതിയോ, ഇനിയും ചടങ്ങുകൾ കിടക്കുകയല്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ അപ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് വരികയാണ്. പ്രിയമോൾ അവിടെ കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാധികാമ്മ വന്നിട്ട് പറയാണ്, ഗോവിന്ദ്, ഗീതു, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് നിൽക്ക് എന്നിങ്ങനെ പറയുകയാണ്. നിങ്ങളും ഈ ചടങ്ങിൽ നിങ്ങളും ചടങ്ങിൽ മുന്നിട്ട് നിന്ന് ഇത് നടത്തേണ്ടതാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് ഫസ്റ്റ് നമ്മുടെ രാധിക അമ്മ ഒരു വളയെടുക്കുകയാണ്. വളയെടുക്കുന്ന സമയത്തിന് നമ്മുടെ ഭദ്രൻ പറയാണ്, മരുമോനെ ദേ നോക്കി വെച്ചോ, അവസാനം ഒന്നുപോലും കുറവുണ്ടെന്ന് പറയരുത്. പ്രിയമോളെ നിങ്ങൾ ഇവിടെ അയച്ചപ്പോൾ എന്തൊക്കെ നിങ്ങൾ പ്രിയമോക്ക് തന്നിട്ടുണ്ടോ ആ സ്വർണ്ണങ്ങൾ മുഴുവനും ഇപ്പം ശരീരത്ത് കിടപ്പുണ്ട്. പിന്നെ ഒരു വളയെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഒരെണ്ണം പോലും കുറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗോവിന്ദ് പറയണം, എൻ്റെ പെങ്ങൾക്ക് ഇത്രയും നാൾ ഇവിടെ നിന്നാർക്കെ ഒരു വളയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ, അത്രയും നല്ലത് എന്ന് പറയണം. അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് ഭദ്രൻ പറയണ, അങ്ങനെ നമ്മൾ വളയെന്ന് വാങ്ങിച്ചിട്ടില്ല, പിന്നെ മരുമോൻ കൊണ്ടുവരുമല്ലോ, അതൊക്കെ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദിന് ദേഷ്യം വരികയാണ്. ഗോവിന്ദ് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് ഗോവിന്ദ്. അപ്പോൾ ആ സമയത്തിനാണ് നമ്മുടെ രാധികാമ്മ വളയെടുക്കുകയാണ്. ഒരു ഇത്രയും കനമുള്ളൊരു വളയെടുത്തിട്ട് നമ്മുടെ പ്രിയമോളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അവിടെ കൊണ്ടുവച്ചിരുന്ന മധുരം എടുത്ത് പ്രേമൊക്കെ സ്പൂണിൽ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം മഞ്ഞളെടുത്ത് 2 കവിളിലും ഇങ്ങനെ തൊട്ട് കൊടുത്തിട്ട് ഒരു ഉമ്മയും നെറ്റിയിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നീട് നമ്മുടെ ഗോവിന്ദ് അതുപോലെ നമ്മുടെ പ്രേമോക്ക് മധുരം വായിൽ കൊടുക്കുന്നു, മഞ്ഞൾ തൊട്ട് കൊടുക്കുന്നു, നെറുകയിൽ മുത്തം കൊടുക്കുന്നു. പിന്നെ ഗീതു വന്നിട്ട് തുറക്ക് വാ തുറക്കടി എന്ന് പറഞ്ഞിട്ട് ഗീതു പറയുകയാണ്. എന്നിട്ടാണ് ഗീതു വായിൽ വെച്ച് കൊടുക്കുന്നത്, ഗീതുവിൻ്റെ കുട്ടിക്കുറുമ്പുകൾ. അങ്ങനെ ഗീതു വായിൽ മധുരം വെച്ച് കൊടുത്തിട്ട് ഗീതു പിന്നെ മുത്തമൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ഗീതു മാറി നിൽക്കുകയാണ്. എന്നിട്ട് ഗീതു വിലാസിനിയോട് പറയണം, അമ്മേ ഇനി അടുത്തത് അമ്മ വേണം കൊടുക്കാൻ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ വിലാസിനി കൊടുക്കാനായിട്ട് ഇങ്ങനെ വരികയാണ് വിലാസിനി. അപ്പോൾ അത്രയും കാണിച്ചിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രഞ്ജു വരികയാണ്. രഞ്ജുവും നമ്മുടെ ധ്യാനിൻ്റെ കാറിലാണ് വരുന്നത്. അപ്പോൾ ധ്യാൻ പറയാണ്, ഇതെങ്ങോട്ടാ രഞ്ജു പോകുന്നത്, നീ വഴിയെങ്കിലും കറക്റ്റ് പറ. എത്ര നേരമായിട്ട് ഞാൻ ഇവളെ വിളിക്കുന്നു, ഫോൺ എടുത്ത് വെച്ചിട്ടാണ് എത്ര നേരമായിട്ട് ഞാൻ ഈ ഗീതുവിനെ വിളിക്കുന്നത്, ഇവളെന്താ ഫോൺ എടുക്കാത്തത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ധ്യാൻ പറയുകയാണ്, ഇനിയിപ്പോൾ അവൾ ഫോൺ എടുക്കാത്തത് എന്തെങ്കിലും തിരക്കിലായി കാണും. എന്തിനാ ഗീതു ഇപ്പോൾ അർജൻറ്റായിട്ട് നിന്നെ വിളിച്ചത് ഗീതുവിൻ്റെ വീട്ടിലേക്ക്? എന്നോട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു, പക്ഷേ വിളിച്ചിട്ട് ഇവൾ ഫോൺ എടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകുന്നത്? നീ നേരത്തെ അവിടെ പോയിട്ടുണ്ടോ? പണ്ടൊരിക്കൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും എനിക്ക് അത്ര തിട്ടമില്ല. ഒരു കാര്യം ചെയ്യാം, നീ ഇനി ഗീതുവിനെ ഒന്നും വിളിക്കാൻ നിൽക്കണ്ട. ഗീതുവിൻ്റെ വീടിൻ്റെ അടുത്ത് വരെയുള്ള ഭാഗം നിനക്കറിയാലോ, ഞാൻ അവിടെ നിന്നെ കൊണ്ടുവന്ന് കാറിലാക്കാം. അപ്പോഴത്തേക്ക് അവിടെ ചെന്നതിന് ശേഷം നീ ഇനി ഗീതുവിനെ വിളിച്ചാൽ മതി എന്ന് പറയണം. ധ്യാന് ബുദ്ധിമുട്ട് വല്ലതും ആവോ? എനിക്കോ? നിൻ്റെ കാര്യത്തിലോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? അങ്ങനെ നമ്മുടെ ധ്യാനും രഞ്ജുവും കൂടി അങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ വിലാസിനി വരികയാണ്. വിലാസിനി നമ്മുടെ പ്രിയമോക്ക് വായിൽ മധുരം കൊടുക്കുകയാണ്. അതിനുശേഷം ചെള്ളയിൽ ഇങ്ങനെ മഞ്ഞൾ തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നെറുകയിൽ മുത്തം കൊടുക്കുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ ഗോവിന്ദ് വന്നിട്ട് വീണ്ടും ഒരു മുത്തം കൊടുക്കുകയാണ് ഇവിടെ. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇത് കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു, നല്ലൊരു അടിപൊളി നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. പക്ഷേ എന്നാലും നമ്മുടെ വിലാസിനെ കാണിക്കുമ്പോൾ നല്ല സങ്കടം തോന്നുന്നു. കാരണം പുള്ളിക്കാരത്തി ആകെ അവരുടെ ആ ഒരു ഫീലിങ്സ്, അവരുടെ ആ ഒരു മരണം മുന്നിൽ കണ്ടിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ നെഞ്ചിൽ കൊള്ളുന്ന കണക്കാണ് നമ്മുടെ ഉമ അഭിനയിച്ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മുടെ
ഇങ്ങനെ ഒരു ചാനൽ, നമ്മുടെ ചാനലിനെ പറ്റി നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ നമ്മുടെ എന്താ പറയുന്നത്, രാത്രിയിൽ ഇനി നമ്മൾ പ്രൊമോ വീഡിയോ ആയിട്ടും ഇനി ഇടയ്ക്കൊക്കെ മറ്റ് ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും, ഷോർട്ട് വീഡിയോകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.